ഷറഹു തഹ്ദീബ് സബക്ക് 73 പേജ് 59. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വത്തംസീലു ബയാനു മുശാറക്കത്തി ജുസ്ഇയ്യിൻ ലിആഖറ ഫീ ഇല്ലത്തിൽ ഹുക്മി ലി യുസ്ബത ഫീഹി. തംസീൽ മറ്റൊരു ഹുജ്ജത്താണ് തംസീൽ എന്ന് പറയുന്നത്. ഇസ്തിഖ്റാഅ് ഒരു ഹുജ്ജത്താണ്, ഖിയാസ് ഒരു ഹുജ്ജത്താണ്, മൂന്നാമത്തെ ഒരു ഹുജ്ജത്താണ് തംസീൽ. എന്താണ് തംസീൽ എന്ന് പറഞ്ഞാൽ? ബയാനു മുശാറക്കത്തി ജുസ്ഇയ്യിൻ, ഒരു ജുസ്ഇ കൂറാകലിനെ ബയാൻ ചെയ്യലാണ്. ലി ആഖറ, മറ്റൊരു ജുസ്ഇനോട്, ഒരു ജുസ്ഇ വേറൊരു ജുസ്ഇനോട് കൂറാണെന്ന് ബയാൻ ചെയ്യാം. എന്തിൽ കൂറാണ്? ഫീ ഇല്ലത്തിൽ ഹുക്മി, ഹുക്മിൻ്റെ ഇല്ലത്തിൽ. അപ്പോൾ ഒരു ജുസ്ഇയിലുള്ള ഹുക്മിൻ്റെ ഇല്ലത്ത് മറ്റൊരു ജുസ്ഇയിലും ഉണ്ട് എന്ന് ബയാൻ ചെയ്യാം. എന്തിനാണ് അങ്ങനെ ബയാൻ ചെയ്യുന്നത്? ലി യുസ്ബത്ത, ആ ഹുക്മിനെ ഇസ്ബാത്താക്കപ്പെടാൻ വേണ്ടി, ഫീഹി, ആരില്? ആ ജുസ്ഇയിൽ. ഏത് ജുസ്ഇയിൽ? മുശാറക്കത്തു ജുസ്ഇയ്യിൻ എന്ന ജുസ്ഇ. ലി ആഖറ എന്ന് പറഞ്ഞ ജുസ്ഇയാണ്. അതിൽ ഹുക്മ് നേരത്തെ സ്ഥിരപ്പെട്ടതാണ്. അപ്പം അതിലുള്ള ഹുക്മ് ഈ ജുസ്ഇയ്യിനും മഖീസായ ജുസ്ഇയ്യിനും എന്ത് വേണം? ഇസ്ബാത്താക്കണം. അങ്ങനെ ഇസ്ബാത്താക്കപ്പെടാൻ വേണ്ടിയാണ് അതിലും ആ ഇല്ലത്തുണ്ട് എന്ന് ബയാൻ ചെയ്യുന്നത്. വൽ ഉംദത്തു ഫീ ത്വരീഖിഹി, അതിൻ്റെ ത്വരീഖിലുള്ള, തംസീലിൻ്റെ ത്വരീഖിലുള്ള ഉംദയാകുന്നത്, അതിൽ മുഖ്യമായത്, പല ത്വരീഖുകളുണ്ട്, അതിൽ ഉംദയായ ത്വരീഖ് അദ്ദവറാനു വത്തർദീദു, ദവറാനും തർദീദുമാണ്. മുശാറക്കത്തു ജുസ്ഇയ്യിൻ ആഖറ ഫീ ഇല്ലത്തിൽ ഹുക്മിന് പല വഴികളുണ്ട് അങ്ങനെ കൂറാകലിനെ ബയാൻ ചെയ്യാൻ. അതിൽ മുഖ്യമായത് ദവറാനും തർദീദുമാണ് എന്നാ പറഞ്ഞു. ഖൗലുഹു വത്തംസീലു, ബയാനു മുശാറക്കത്തി ജുസ്ഇയ്യിൻ ആഖറ ഫീ ഇല്ലത്തിൽ ഹുക്മി ലി യുസ്ബത ഫീഹി ഐ ലി യുസ്ബതൽ ഹുക്മു ഫിൽ ജുസ്ഇയ്യിൽ അവൽ, ഒന്നാം ജുസ്ഇയിൽ ഹുക്മ് സ്ഥിരപ്പെടുത്തപ്പെടാൻ വേണ്ടി. ഫീ ഇബാറത്തിൻ ഉഖറ, മറ്റൊരു ഇബാറത്തിൽ ഇങ്ങനെ പറയാം തംസീലിൻ്റെ താരീഫ് എന്താണ്? തഷ്ബീഹു ജുസ്ഇയ്യിൻ ബി ജുസ്ഇയ്യിൻ ഫീ മഅന മുശ്തറക്കിൻ ബൈനഹുമാ ലി യുസ്ബത ഫിൽ മുശബ്ബഹി അൽ ഹുക്മു സാബിതു ഫിൽ മുശബ്ബഹി ബിഹി അൽ മുഅല്ലലു ബിദാലിക്കൽ മഅന എന്നും പറയാം. രണ്ടോന്ന് തന്നെ. തഷ്ബീഹു ജുസ്ഇയ്യിൻ, ഒരു ജുസ്ഇനെ സാദൃശ്യപ്പെടുത്തുക, ബി ജുസ്ഇയ്യിൻ, വേറൊരു ജുസ്ഇനോട്. അവിടെ മേലെ പറഞ്ഞ മുശാറക്കത്തു ജുസ്ഇയ്യിൻ ലി ആഖറ ഫീ ഇല്ലത്തുൽ ഹുക്മി എന്നാണ്. എന്തിൽ സാദൃശ്യപ്പെടുത്തുക? തഷ്ബീഹാക്കുമ്പോൾ ഒരു വജ്ഹു ശബഹ് ഉണ്ടാകുമല്ലോ, അതാണ് ഫീ മഅനൻ മുശ്തറക്കിൻ ബൈനഹുമാ, രണ്ട് ജുസ്ഇന്റെ അടുക്ക് കൂറാക്കപ്പെട്ട ഒരു മഅനയിൽ, ഒരു വസ്ഫിൽ. ഒരു മാനയിലാണ് തഷ്ബീഹാക്കുന്നത്. ഇങ്ങനത്തെ മാന മുശ്തറക്കിൻ ബൈനഹുമാ, രണ്ടിൻ്റെ അടുക്ക്, രണ്ട് ജുസ്ഇന്റെ അടുക്ക് കൂറാക്കപ്പെട്ട. എന്തിനാണ് അങ്ങനെ തഷ്ബീഹാക്കുന്നത്? ലി യുസ്ബത ഫിൽ മുശബ്ബഹി, മുശബ്ബഹിൽ സാബിത്താക്കപ്പെടാൻ വേണ്ടി, സ്ഥിരപ്പെടുത്തപ്പെടാൻ വേണ്ടി, അൽ ഹുക്മു സാബിത്തു ഫിൽ മുശബ്ബഹി ബിഹി, മുശബ്ബഹ് ബിഹിയിൽ സാബിത്ത ഹുക്മ്. എങ്ങനത്തെ ഹുക്മാണ്? അൽ മുഅല്ലലു, ആ ഹുക്മിന് ഇല്ലത്ത് പറയപ്പെട്ടിട്ടുണ്ട്, ബിദാലിക്കൽ മാന, ആ മാന കൊണ്ട്. ആ ഹുക്മിൻ്റെ ഇല്ലത്ത് ആ മാനയായിരിക്കും. ആ മാനയിലാണ് രണ്ട് ജുസ്ഇയും കൂറാണെന്ന് പിന്നെ കൂറാവുന്നത്. കമായുക്കാലു, അനുദാഹരണം, കമായുക്കാലു പറയപ്പെടും പോലെ, അന്നബീദു ഹറാമൻ, നബീദ്, അതൊരു ജുസിയ, നബീദ് എന്നുള്ളത് അത് ഹറാമാണ്. എന്തുകൊണ്ട്? لأن الخمر حرام
വേറെ ജുസിയാണ് ഖംർ, അത് ഹറാമാണ്. അതുകൊണ്ട് വൈലത്തു ഹുർമത്തിൽ ഖംരി അല്ലെ ഹിർമത്തിൽ ഖംരി, ഖംർ ഹറാമാകുന്നതിൻ്റെ ഇല്ലത്ത് അൽ ഇസ്കാറു, ഇസ്കാറാണ്. അപ്പോൾ നബീദാകുന്ന ജുസീൻ്റെയും ഖംറാകുന്ന ജുസീൻ്റെയും ഇടയിൽ കൂറാക്കപ്പെട്ട ഒരു വസ്ഫാണ് ഇസ്കാർ എന്നത്. അതാണ് ഹറാമാകാനുള്ള ഇല്ലത്ത്. വഹുവ മൗജൂദുൻ, ആ ഇല്ലത്ത് മൗജൂദാണ് ഫി നബീദി, നബീദിൽ. ഖംറിലുണ്ട്, ഖംർ ഹറാമാണെന്ന് നസാക്കപ്പെട്ടതാണ്. അതിൽ ഹറാമാകാനുള്ള ഇല്ലത്ത് ഇസ്കാറാണ്. ആ ഇസ്കാർ എവിടെയുണ്ട്? നബീദിലുണ്ട്. അപ്പം അതുകൊണ്ട് ഹറാമാവുക എന്ന ഹുക്മ് നബീദിലുണ്ട് എന്ന് ബയാൻ ചെയ്യാം. ഒഫിൽ ഇബാറത്തൈനി തസാമുഹൻ, തംസീലിൻ്റെ രണ്ട് താരീഫ് പറഞ്ഞ രണ്ട് ഇബാറത്ത് കൊണ്ട് രണ്ടിലും തസാമുഹുണ്ട്. ഒന്ന് ബയാൻ മുഷാറക്കത്ത് ജുസിയില്ലി ആഖറ എന്നാണ്, മറ്റേ തഷ്ബീഹ് ജുസിയും ബി ജുസിയിൻ എന്നതാണ്. രണ്ടിലും എന്തുണ്ട്? തസാമുഹുണ്ട്. കാരണം എന്താ? നേരത്തെ ഇസ്തിഖ്റായിൽ പറഞ്ഞ പോലെ തസഫുൽ ജുസിയാത്തി എന്ന് പറഞ്ഞതിൽ തസാമുഹുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഫൈന തംസീല, കാരണം തംസീൽ എന്ന് പറയുന്നത് ഹുവൽ ഹുജ്ജത്തു, അത് ഹുജ്ജത്താണ്. അല്ലത്തി യഖഉ ഫിഹാ ദാലിക്കൽ ബയാൻ, അല്ലത്തി എങ്ങനത്തെ ഹുജ്ജത്ത്? യഖഉ ഫിഹാ, ആ ഹുജ്ജത്തിൽ സംഭവിക്കും, ദാലിക്കൽ ബയാനു, ആ ബയാന്, തഷ്ബീഹു, തഷ്ബീഹും ബയാനും ഒക്കെ സംഭവിക്കുന്ന ഹുജ്ജത്തിനാണ് തംസീൽ എന്ന് പറയാ. അല്ലാതെ എന്തല്ല, ആ ബയാനല്ല, തഷ്ബീഹും ബയാനും അല്ല. വഖദ് അറഫ്ത, നീ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്ത്? അന്നുക്തത ഫി തസാമുഹി, തസാമുഹിലുള്ള ഫായിദയെ നീ അറിഞ്ഞിട്ടുണ്ട്. ഫി താരീഫിൽ ഇസ്തിഖ്റായി, ഇസ്തിഖ്റായിൻ്റെ താരീഫിൽ. അതവിടെ പറഞ്ഞല്ലോ. വകാനൽ ബാഇസ അലാ ഹാദിഹിൽ മുസാമഹത്തി ഹുവൽ ഇഷാറത്തു ഇലാ അന്ന തസ്മിയത ഹാദൽ ഖിസ്മി മിനൽ ഹുജ്ജത്തി ബിൽ ഇസ്തിഖ്റായി ലൈസ അലാ സബീൽ ഇർത്തിജാൽ. ഈ ഇനത്തിന്, ഹുജ്ജത്തിൽ നിന്നുള്ള ഈ ഇനത്തിന് ഇസ്തിഖ്റാ നബീർ പറഞ്ഞത് പെടുന്നതിനുള്ളതല്ല, ബൽ അലാ സബീലിൻ നഖ്ലി, നഖ്ലിൻ്റെ സബീലിൻ്റെ മേലാണെന്ന് അവിടെ പറഞ്ഞു. അതേ കാരണം തന്നെ ഇവിടെയും പറയാം, നഖ്ലിൻ്റെ സബീലിൻ്റെ മേലാണ്. മുനാസബത്ത് നോക്കിക്കൊണ്ട് ആണ് എന്ന് ബയാൻ ചെയ്യലാണ്. അതായത് ലഗ്വിയ മാനയിൽ നിന്ന് ഇസ്ലാഹിയ മാനയിലേക്ക് മുനാസബത്ത് പരിഗണിച്ചുകൊണ്ട് നഖ്ൽ ചെയ്തതാണ്. അതന്നെയാണ് ഇവിടെയും പറയാനുണ്ട്. അതോടുകൂടി അവിടെ പറഞ്ഞിരുന്നു വേറൊരു ഫായിദ ശേഷം പറയും. ഫഹാഹുന വജുഹുൻ ആഖിറു സജീഉൻ ഇൻഷാ അല്ലാഹ് എന്ന് അവിടെ പറഞ്ഞിരുന്നു. അതുകൂടി ഇവിടെ ശാരിഹ് പറയും. വനഖൂലു ഹാഹുന, ഇവിടെ നാം പറയുന്നു, കമാന്നൽ അക്സ, അക്സ എന്ന് യുത്ലഖു, അതിനെ പറയപ്പെടും പോലെ. അക്സ് മുസ്തവി എന്ന് പറഞ്ഞിട്ടുള്ള അക്സ് ഉണ്ടല്ലോ, അതിനെ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു അക്സിന്റെ ബാബിൽ അത് മസ്തരിയ മാനന്റെ മേലും ഹാസുലും ബിൽ മസ്തറിന്റെ മേലും പറയുന്നു പറഞ്ഞിരുന്നു. അതാ പറയുന്നത് അക്സ് ഇത്തലാക്കാക്കപ്പെടും പോലെ അലൽ മാനൽ മസ്തരി, മസ്തരിയ മാനന്റെ മേൽ, അതായത് അക്സാക്കൽ, എതിരാക്കൽ, തബ്ദീലു തുറഫയിൽ ഖളിയത്തി എന്നാണ് അവിടെ താരീഫ് പറഞ്ഞത്. തബ്ദീൽ എന്നുള്ള മസ്തരിയ അർത്ഥം കൊണ്ടാണ്. ആ മസ്തരിയ മാനന്റെ മേൽ അക്സിനെ പറയും, അയിനി തബ്ദീല. വഅലൽ ഖളിയത്തിൽ ഹാസുലത്തി ബി തബ്ദീലി, തബ്ദീൽ കൊണ്ട് ഹാസിലാവുന്ന ഖളിയുണ്ടല്ലോ, കുല്ലു ഇൻസാനിൻ ഹയവാനിൻ എന്നതാണ് ഒരു ഖളിയ. അതിനെ തബ്ദീലാക്കുമ്പോൾ ബഅദുൽ ഹയവാനി ഇൻസാൻ എന്നുള്ളതാണ്. ഈ ബഅദുൽ ഹയവാൻ ഇൻസാൻ എന്നുള്ളത് മഅക്കൂസായ അക്സാക്കപ്പെട്ട ഖളിയന്റെ മേലും അക്സ് എന്ന് പറയും. അത് ആ മാനക്ക് ഹാസിലും ബിൽ മസ്തർ, മസ്തർ കൊണ്ട് ഈ തബ്ദീൽ എന്ന പ്രവർത്തനം കൊണ്ട് ഹാസിലായ, ഹാസിലും ബിൽ മസ്തറിന്റെ മാനാക്കൾ എന്ന് പറയാം, അല്ലെങ്കിൽ മഫൂലിന്റെ മാനാക്കൾ എന്നൊക്കെ പറയാം. അതിൻ്റെ മേലും അക്സ് പറയപ്പെടും എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വാൽ ഖളിയത്തിലെ അസ്ലത്തി കദാലിക, അപ്രകാരം അത്തംസീലു, തംസീലാവുന്ന യുത്തലക്കു, അതിനെ പറയപ്പെടും അലൽ മാനൽ മസ്തരി, മസ്തരിയ മാനന്റെ മേൽ. പിന്നെ കൂറാവിനെ ബയാൻ ചെയ്യൽ അല്ലെ സാദൃശ്യമാക്കൽ എന്ന മസ്തരിയ മാനന്റെ മേൽ അക്സിനെ പിന്നെ ഇതിനെ തംസീലിനെ പറയപ്പെടും. വഹു തശ്ബീഹു വൽ ബയാനുൽ മദ്കൂറാനി വഅലൽ ഹുജ്ജത്തി അല്ലത്തി യഖഉ ഫിഹാ ദാലിക തശ്ബീഹു, ആ തശ്ബീഹ് നടക്കുന്ന പിന്നെ ഹുജ്ജത്തിന്റെ മേലും ആരെ പറയും? തംസീൽ പറയും. ദാലിക തശ്ബീഹു വൽ ബയാനു, ബയാന് തശ്ബീഹ് നടക്കുന്ന ഹുജ്ജത്ത് ഉണ്ടാവുമല്ലോ, ആ ഹുജ്ജത്തിന്റെ മേലും എന്ത് പറയും? തംസീലിനെ പറയും.
ഫമാ ദക്കറഹു ഫമാ അപ്പോൾ ഒന്നാകുന്നത് ദക്കറഹു ആവുന്നതിന് മുസന്നിഫ് പറഞ്ഞിരിക്കുന്നു ഫി താരീഫി തംസീലി തംസീലിന്റെ താരീഫിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനത്തെ ഒന്നാകുന്ന ബിൽ മാനൽ അവലി ഒന്നാം മാന കൊണ്ടുള്ളതാണ്, അതായത് മസ്തറിന്റെ മാനാക്കളാണ്. വയുലമുൽ മാന സാനി രണ്ടാം മാനയെ മനസ്സിലാക്കപ്പെടും അറിയപ്പെടും ബിൽ മുഖായസത്തി ഖിയാസാക്കൽ കൊണ്ട്. അതിനുമേൽ ഖിയാസാക്കിയല്ലോ. തംസീല് എന്ന് പറഞ്ഞാൽ ഈ മുഷാറക്കത്തിനെ ബയാൻ ചെയ്യലാണ്, അല്ലെ സാദൃശ്യമാക്കലാണ് എന്ന് പറയുമ്പോൾ ആ സാദൃശ്യമാക്കലും പിന്നെ അതുപോലെ മുഷാറക്കത്തിനെ ബയാൻ ചെയ്യലും സംഭവിച്ച ഒന്നുണ്ടാവുമല്ലോ. ഹാസുലും ബിൽ മസ്തർ ബയാന് മുഷാറക്കത്ത് ബയാൻ ചെയ്യൽ കൊണ്ടും ബയാൻ ചെയ്യലും അതുപോലെ തഷ്ബീഹും നടന്ന ഹുജ്ജത്ത് അതിൻ്റെ മേലും അത് എന്താക്കാൻ പറ്റും, ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ മേൽ ഖിയാസാക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. വഹാദ ഈ താരീഫ് ഇങ്ങനെ മുസന്നിഫ് മസ്തർ കൊണ്ട് താരീഫ് പറയൽ കമാ അറഫൽ മുസന്നിഫ് താരീഫ് പറഞ്ഞതുപോലെയാണ്. തംസീലിന് ബയാന് എന്ന് മസ്തർ കൊണ്ട് താരീഫ് പറഞ്ഞത് ഏതുപോലെയാണ്? കമാ അറഫൽ മുസന്നിഫ് തന്നെ താരീഫ് പറഞ്ഞതുപോലെയാണ്. അൽ അക്സ അക്സിന് തബ്ദീൽ കൊണ്ട് വഖിസ്നി ഖിയാസാക്കിക്കോ അലൈഹി. അപ്പോൾ യഥാർത്ഥത്തിൽ പറയേണ്ടത് തംസീൽ എന്ന് പറഞ്ഞാൽ ഈ മുഷാറക്കത്തിനെ ബയാൻ ചെയ്യൽ അതുപോലെ തശ്ബീഹൊക്കെ നടക്കുന്ന ഖിയാസിനാണ്. അതാണ് ശരിക്കും താരീഫ് പറയേണ്ടത്. പക്ഷെ അത് പറഞ്ഞിട്ടില്ലെങ്കിലും തംസീലിന്റെ വേറൊരു മാനയാണ് മസ്തരിയ മാന അവിടെ പറഞ്ഞത്. ആ പറഞ്ഞതിൽ മറ്റ് മനസ്സിലാക്കാൻ പറ്റും മുഖായസത്ത് കൊണ്ട് എന്നാ പറഞ്ഞത്. വഖിസ് അലൈഹി ഇതിന്റെ മേൽ ഖിയാസാക്കിക്കോ തംസീലിന്റെ മേൽ ഖിയാസാക്കിക്കോ അൽ ഹാല ഹാലിനെ അവസ്ഥ ഫീമാ സബഖയിൽ ഫിൽ ഇസ്തിഖ്റായിൽ ഹാദാ ഇതിനെ നീ പിടിച്ചോ, ഈ ബയാൻ നീ പിടിച്ചോ. ഹാദാ എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കല് ഹാ പിന്നെ ഇസ്മഫീൽ ഹുദിന്റെ മാനാക്കുള്ള ഇസ്മഫീലായിട്ട് ഹാൻ ഉപയോഗിക്കലുണ്ട്. ദാ എന്നുള്ളതിന്റെ മഫൂലും. അപ്പൊ ഹാ നീ പിടിച്ചോ ദാ ഇതിനെ, അല്ലെങ്കിൽ ഹാദാ എന്നുള്ളത് കളയപ്പെട്ട ഫീലിനെ മഫൂലാക്കണം. ഹുദ് എന്നുള്ള ഫീല് കളയപ്പെട്ടിട്ടുണ്ട്. ഹാദാ ഹുദ് ഹാദാ. വലാക്കിൻ പക്ഷേ ലാ യഖ്ഫ അവ്യക്തമല്ല എന്ത് അന്നൽ മുസന്നിഫാകുന്നത് അത് അദല തെറ്റിയിട്ടുണ്ട് ഫി തഅരീഫയിൽ ഇസ്തിഖ്റാഇ വതംസീലി ഇസ്തിഖ്റാഇന്റെയും തംസീലിന്റെയും രണ്ട് താരീഫിലും അനിൽ മഷ്ഹൂറായ താരീഫിനെ തൊട്ട് തെറ്റിയിട്ടുണ്ട് ഇലൽ മദ്കൂറായ താരീഫിലേക്ക്. തംസീലിന്റെയും ഇസ്തിഖ്റാഇന്റെയൊക്കെ താരീഫിൽ മനാത്തിഖത്തിന്റെ അടുക്ക് മഷ്ഹൂറായ താരീഫ് അല്ല മുസന്നിഫോട് പറഞ്ഞത്. ആ മഷ്ഹൂറിനെ തൊട്ട് മദ്കൂറായ താരീഫിലേക്ക് മുസന്നിഫ് തെറ്റി. ഏതാണ് മഷ്ഹൂറായ താരീഫ്? ഇസ്തിഖ്റാഇന്റെ താരീഫ് അൽ ഇസ്തിഖ്റാഉ അൽ ഹുക്മു അലാ കുല്ലിയിൻ ലിവുജൂദിഹി ഫി അക്സരി ജുസിയാത്തിഹി എന്ന. അക്സർ ജുസിയാത്തിൽ ഹുക്കുമുണ്ടായതിനു വേണ്ടി കുല്ലിയിന്റെ മേൽ ഹുക്കുമ് ചെയ്യുക. തംസീൽ എന്ന് പറഞ്ഞാൽ ഹുവൽ ഹുക്മു അലാ ജുസിയിൻ മുഷാരിക്കിൽ ലി ജുസിയിൻ ആഖറ ഫി ഇല്ലത്തുൽ ഹുക്മി. അപ്പോൾ അതൊക്കെ മസ്തരിയ മാനനാണ്. അൽ ഹുക്മു അലാ കുല്ലിയിന്റെ മേൽ ഹുക്മ് ചെയ്യൽ, അതുപോലെ ഹുവൽ ഹുക്മു അലാ ജുസിയിൻ മുഷാരിക്കിൻ എന്നൊക്കെ പറയുന്ന. അപ്പോൾ അവിടെയൊക്കെ മസ്തരിയ മാനെ പറഞ്ഞത്. ആ മഷ്ഹൂറിനെ തൊട്ട് മുസന്നിഫ് മദ്കൂറ താരീഫിലേക്ക് തെറ്റി. എന്തിനങ്ങനെ മുസന്നിഫ് തെറ്റിയത്? ദഫ്അല്ലി ഹാദ തവഹുമി ബി തസാമുഹി, തസാമുഹ് കൊണ്ടുള്ള ഈ തവഹുമിനെ തട്ടാൻ വേണ്ടി. ദഫ്അല്ലി ഹാദ തവഹുമി ബി തസാമുഹി, തസാമുഹ് കൊണ്ടുള്ള തവഹുമിനെ തട്ടാൻ വേണ്ടി. അത് മഷൂറായ മാതിരി താരീഫിൽ തസാമുഹ് ഉണ്ട്. ആ തസാമുഹ് ഇതിലുള്ള തസാമുഹല്ല. ഇതിലുള്ള തസാമുഹ് ഈ പറഞ്ഞതിനല്ലല്ലോ ഹഖീഖത്ത് നൽകു ഹുജ്ജത്ത് എന്ന് പറയാ എന്നതാണ്. അപ്പോൾ ഹുജ്ജത്തുൻ തംസീൽ ഹുജ്ജത്താണ്. എങ്ങനത്തെ ഹുജ്ജത്ത്? നേരത്തെ പറഞ്ഞല്ലോ, ഹുജ്ജത്തുൻ ഹുജ്ജത്തുല്ലത്തി യുസ്തദല്ലു ഫിഹാ, അങ്ങനെയാണ് പറയേണ്ടത്, ശരിക്ക് പറയേണ്ടത്. ഹുക്കുമ് എന്ന് പറയുന്നത് മഷൂറ താരീഫുള്ള ഹുക്കുമ് എന്നാണ്. അൽ ഹുക്കുമു അലാ കുല്ലിയിൻ ലിവുജൂദിഹി എന്നൊക്കെ പറയുന്ന ഹുക്കുമ് എന്ന് പറയുന്നത് അത് ഈ തംസീൽ ഇസ്തിഖ്റാഇനാൽ ഹാസിലാകുന്ന അതിൻ്റെ ഫലമാണ്. അപ്പോൾ ആ ഫലത്തിന് നതീജയാണ് ഇവിടെ എന്ത് ചെയ്തത്?
താരീഫിൽ പറഞ്ഞത്. തംസീൽ ഇസ്തിഖ്റാ എന്നൊക്കെ പറഞ്ഞാൽ ആ ഹുക്കുമാണെന്നാണ് പറഞ്ഞത്. അത് ഹുക്കുമല്ലാതെ ഹുക്കുമനാൽ ആ ഹുക്കും എന്ന് പറയുന്നത് പിന്നെ തംസീൽ ഇസ്തിഖ്റാനാൽ ഹാസിലാകുന്നതിൻ്റെ ഫലമാണ്. അപ്പം അതുകൊണ്ടാണ് അതിനെ തൊട്ട് അതൊരു തസാമുഹാണ്, അതിനെ തൊട്ട് ഒഴിവാകാനാണ് മുസന്നിഫ് ഈ ഇബാറത്തിലേക്ക് തെറ്റിയത്. പക്ഷേ ഇതിലും എന്തുണ്ട്? തസാമുണ്ട്. രണ്ടിലുള്ള തസാമു വ്യത്യാസമുണ്ട്, എന്നാലും രണ്ടിലും തസാമുണ്ട്. വഹൽ ഹുവ ഇല്ലാ കർറുൻ അലാമ ഫറഅൻ. വഹൽ ഹുവ ഈ തെറ്റിൽ ആണോ, ഇല്ലാ കർറുൻ മടങ്ങലല്ലാതെയാണോ, അലാമ ഫറഅൻഹു ഏതൊന്നിനെ തൊട്ടാണോ, അലാമ ഒന്നിൻ്റെ മേൽ ഫറഅൻഹു മുസന്നിഫ് ആ ഒന്നിനെ തൊട്ട് ഓടിപ്പോയിട്ടുണ്ട്. ഏതൊന്നിനെ തൊട്ടാണോ ഓടിയത് അതിൽ തന്നെ ചെന്ന് പതിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അത് എടുത്തുകൊണ്ട് പറഞ്ഞാണ് കർറുൻ അലാമ ഫറഅൻഹു ആണ് ഇവിടെ സംഭവിച്ചത്. ഒരു തസാമുഹിനെ പറ്റി തൊട്ട് ഓടാൻ വേണ്ടി പിന്നെ മുസന്നിഫ് ഒരു ഇബാറത്തിലേക്ക് തെറ്റി. പക്ഷേ ആ ഇബാറത്തും തസാമുഹിൽ തന്നെ ചെന്നു ചാടി എന്നൊരു പ്രശ്നം ഇവിടെയുണ്ട്. ഖൗലുഹു അൽ ഉംദതു ഫീ ത്വരീഖിഹി അദ്ദവറാനു വത്തർദീദു. വഅലം, നീ അറിയുക, അന്നഹു ലാ ബുദ്ദ ഫി തംസീലി, തംസീലിൽ കൂടാതെ കഴിയൂല മിൻ സലാസി മുഖദ്ദിമാത്തിൻ, 3 മുഖദ്ദിമകൾ തൊട്ട്. തംസീൽ ഉണ്ടാണെങ്കിൽ 3 മുഖദ്ദിമകൾ അവിടെ വേണം. അലൂല, ഒന്നാമത്തത് അന്നൽ ഹുക്മ സാബിത്തും ഫിൽ അസ്ലി, ഈ ഹുക്മ് അസ്ല് പിന്നെ ജുസിയിൽ എന്താണ്, സാബിത്താണ്. അസ്ല് എന്ന് പറയുന്നത് ഏതാണ്? അയിൽ മുഷബ്ബഹി ബി, അതായത് മുഷബ്ബഹ് ബിയിൽ ഹുക്കുമുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ എടുത്ത ഉദാഹരണത്തിൽ ഖംറ്, അതിൽ ഹറാമാവൽ എന്ന ഹുക്കുമുണ്ട് എന്ന് എന്ത് വേണം? എന്നൊരു മുഖദ്ദിമ വേണം. വസാനിയത്തു, രണ്ടാമത്തത് അന്ന ഇല്ലത്തൽ ഹുക്കും ഫിൽ അസ്ലി, അസ്ല് ഹുക്കുമിൻ്റെ ഇല്ലത്ത് അൽ വസ്ഫുൽ കദായിയു, ഇന്നാലിൻ്റെ വസ്ഫാണ്, നേരത്തെ പറഞ്ഞതിൽ ഇസ്കാറാണ്. വസാലിസത്തു, മൂന്നാമത്തത് അന്ന ദാലിക്കൽ വസ്ഫ മൗജൂദും ഫിൽ ഫറഇ, ആ വസ്ഫ് ഫറഇലും അതായത് ഐനിൽ മുഷബ്ബഹ അതിലും മൗജൂദാണ്, നബീദ് അതിലുണ്ട്. ഈ 3 കാര്യം സ്ഥിരപ്പെടുമ്പോഴാണ് ഹറാമാകുക എന്നുള്ള ഹുക്കും ആരിലുണ്ട് എന്ന് വരിക, ഈ മുഷബ്ബഹ ജുസിയിലുണ്ട് എന്ന് വരിക. ഫൈനഹു ഇദാ തഹഖഖൽ ഇൽമു ബിഹാദിഹിൽ മുഖദ്ദിമാത്തി സലാത്തി, ഈ 3 മുഖദ്ദിമകളെ കൊണ്ട് ഇൽമു തഹഖുക്കായാൽ യുന്തഖലു നീങ്ങപ്പെടും, അല്ലെങ്കിൽ യന്തഖിലു ദിഹിനു നീങ്ങും, ഇലാ കൗനിൽ ഹുക്മി സാബിത്തൻ ഫിൽ ഫറഇ, ഫറഇൽ ഹുക്മു സാബിത്താണെന്നതിലേക്ക് ഇതൻ വീണ്ടും. ഊവൽ മത്ലൂബ് മിന തംസീലി, അതന്നെയാണ് മത്ലൂബ്, തംസീലിനുള്ള മത്ലൂബ്. സുമ്മ അൽ മുഖദ്ദിമത്തുൽ ഊല, പിന്നെ ഒന്നാം മുഖദ്ദിമ, അതായത് അസ്ലിൽ എന്തുണ്ട്, ഹുക്കുമുണ്ട് എന്നത്. വസാലിദത്തു, മൂന്നാമത്തെ ഹുക്കും, അതായത് മൂന്നാമത്തെ ഹുക്കും, മൂന്നാമത്തെ എന്ത് മുഖദ്ദിമ, ആ വസ്ഫ് എവിടെ ഉണ്ട്? ഫറഇലുണ്ട് എന്ന മൂന്നാമത്തെ മുഖദ്ദിമയും ലാഹിറത്താനിയാണ് ഫീ കുല്ലി തംസീലിൻ, എല്ലാ തംസീലും. അഥവാ ഖംറിൽ ഹറാമാകുക എന്നുള്ള ഹുക്കുമുണ്ട്, ഇന്നമൽ ഖംറു വൽ മൈസിറു എന്ന് പറഞ്ഞാൽ അങ്ങനെ നസ്സായിട്ടുണ്ട്. പിന്നെ ആ പിന്നെ ഇസ്കാർ എന്നുള്ള എവിടെ ഉണ്ട്? നബീദിലുണ്ട്, അതും നബീദിന് ഇസ്കാറുണ്ട് എന്നുള്ള എല്ലാവർക്കും തിരിയല്ലോ. അത് രണ്ടും ബയാൻ ചെയ്യേണ്ട ആവശ്യമില്ല. വൈന്നമൽ ഇഷ്കാലു, പിന്നെ ഇഷ്കാല് വൈന്നമൽ ഇഷ്കാലു ഫി സാനിയത്തി, രണ്ടാം മുഖദ്ദിമയിലാണ്. അതായത് അവിടെ ഒന്നാം ജുസിയിൽ അസിലുള്ള ഹുക്കുമിൻ്റെ ഇല്ലത്ത് ഇന്ന കാര്യമാണ്, അതിലാണ് ഇഷ്കാലുള്ളത്. അപ്പം അത് തന്നെയാണ്, ഇന്ന വസ്ഫാണ് എന്ന് സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് പണി. ബയാനുഹ, ആ സാനിയത്തിൻ്റെ ബയാന് ബി തരീഖി മുത്തഅദ്ദിദത്തിൻ, അതായത് അസ്ലുള്ള ഹുക്കുമിൻ്റെ ഇല്ലത്ത് ഇന്ന വസ്ഫാണ് എന്ന മുഖദ്ദിമൻ്റെ ബയാന് ബി തരീഖി മുത്തഅദ്ദിദത്തിൻ, എണ്ണമായ തരീഖിലൂടെയാണ്. ഫസ്സറൂഹ, അതിനെ അവർ തഫ്സീൽ ചെയ്തു, വിശദീകരിച്ചു. ഫി കുത്തുബിൽ ഉസൂൽ ഫിഖ്ഹിൻ്റെ പിന്നെ ഉസൂൽ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ. ശരിക്കും തംസീൽ എന്ന് പറഞ്ഞാൽ ഉസൂൽ ഉസൂൽ ഫിഖ്ഹിലൊക്കെ ഖിയാസ് എന്ന് പറയുന്ന സംഗതി തന്നെ. വൽ മുസന്നിഫ് റഹിമഹുല്ലാ, മുസന്നിഫ് റഹിമഹുല്ലയാകുന്നത് ഇന്നമാ ദക്കറ, തീർച്ചയായും പറഞ്ഞു, മാ ഹുവൽ അംദത്തു മിൻ ബൈനിഹ, അവയിൽ നിന്ന് മുഖ്യമായ രണ്ടെണ്ണത്തിനെ പറഞ്ഞു. ഓഹോ ത്വരീഖാനി, അത് 2 ത്വരീഖാണ്. അല്ല പോലും ഒന്നാമത്തത് ദവറാനാണ്. ദവറാനുള്ള വാക്കിൻ്റെ അർത്ഥം കറങ്ങൽ എന്നാണല്ലോ. ഹുവ ദവറാൻ എന്ന് പറഞ്ഞാൽ തറത്തുബുൽ ഹുക്കുമിനെ തുടർത്തലാണ്,
അലൽ വസ്ഫില്ലതി ഒരു വസ്ഫിൻ്റെ മേൽ അല്ലതി ലഹു സുലൂഹുല്ലിയത്തി ലഹു ആ വസ്ഫിനുണ്ട് സുലൂഹുല്ലിയത്തി ഇല്ലത്താകലിക്കുള്ള സ്വലാഹിയത്തുണ്ട്, നന്നാവലുണ്ട്, അത് ഇല്ലത്താകാൻ പറ്റും. അങ്ങനത്തെ വസ്ഫിൻ്റെ മേൽ ഹുക്കുമിനെ തുളർത്തുക. എങ്ങനെ തുളർത്തുക? വുജൂദൻ വാദമൻ, വുജൂദാലും അദമാലും എന്ന് പറഞ്ഞാൽ ആ വസ്ഫ് ഉണ്ടാകുമ്പോൾ ഒക്കെ ഹുക്കുമുണ്ടോ, അതുപോലെ ആ വസ്ഫ് ഇല്ലാതിരിക്കുമ്പോൾ ഹുക്കും ഇല്ലാതാകുന്നുണ്ടോ എന്ന് നോക്കുക. ഉദാഹരണത്തിന് അതൊക്കെ തെർത്തീബിൽ ഹിർമത്തി ഹറാമാകുക എന്ന ഹുക്കുമിനെ തർത്തുബാക്കും പോലെ തുടർത്തും പോലെ ഫിൽ ഹംറി ഹംറിൽ അലൽ ഇസ്കാരി ഇസ്കാറിൻ്റെ മേൽ, അഥവാ ഇസ്കാർ ഉണ്ടാകുമ്പോഴൊക്കെ ഹംറിന് ഹറാമാകലുണ്ട്, ഇസ്കാറില്ലാതിരിക്കുമ്പോൾ അതില്ലാതിരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ. ഹംറ് ഇസ്കാർ ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗം ഹറാമാണ്, അതിനെ തൊട്ട് ഇസ്കാർ മാറിയത് ഹല്ലായി, അപ്പോൾ ഹറാമ് പോയി. ഫൈനഹു മാദാമ മുസ്കിറൻ ഹറാമൻ വൈദാ സാല അൻഹുൽ ഇസ്കാറു സാല അൻഹുൽ ഹുർമത്തു. ഖാലു അവർ പറഞ്ഞു, മനാത്തിക്കത്ത് പറഞ്ഞു, ദവറാനു ദവറാനാകുന്നത്, ദവറാൻ എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് ഹുക്മ ഈ വസ്ഫിൻ്റെ മേൽ തർത്തുബാകുക. വസ്ഫുണ്ടാകുമ്പോൾ ഹുക്കുമുണ്ടാകുക, വസ്ഫില്ലാതിരിക്കുമ്പോൾ ഹുക്കുമില്ലാതിരിക്കുക, അങ്ങനെ നോക്കുക. ഈ ദവറാൻ അലാമത്ത് കൗനിൽ മദാരി, മദാർ ദവറാറിൻ്റെ മഹല്ല് അതേതാണ്? ഐനി അൽ വസ്ഫ, ആ വസ്ഫാണ്. ആ വസ്ഫ് ആകുന്ന മദാർ ആകുന്നതിൻ്റെ ഇല്ലത്ത അലാമത്താണ്, അടയാളമാണ്. എന്തിൻ്റെ അടയാളം? ദവറാനു അലാമത്ത് കൗനിൽ മദാരി, മദാർ ആകുന്നതിൻ്റെ അടയാളമാണ്. എന്താകുന്നതിൻ്റെ അടയാളമാണ്? ഇല്ലത്തല്ലിൽ ദായിരി, ദായിറിൻ്റെ ഇല്ലത്താകുന്നതിൻ്റെ അടയാളമാണ്. ദായിർ ആരാണ്? അയനിൽ ഹുക്കുമ, ഹുക്കുമാണല്ലോ കറങ്ങുന്നത് വസ്ഫിൻ്റെ മേൽ, വസ്ഫാണ് മദാർ. അപ്പം ആ മദാർ ദായിറിൻ്റെ ഇല്ലത്താണ് എന്നതിൻ്റെ അടയാളമാണ് ഈ ദവറാന്. അപ്പം ആ ഇല്ലത്ത് എവിടെയുണ്ട്? മക്കീസിലുണ്ട് എന്ന് വന്നാൽ അതിന് ഹുക്കുമുണ്ട് എന്ന് വരും. വസ്താനി രണ്ടാമത്തെ ത്വരീഖ് തെർദീദു, തെർദീദാണ്. തെർദീദ് വൈസമ്മ അതിന് പേര് പറയപ്പെടും ബിസിബിരി വത്തഖ്സീം, സിബിർ തഖ്സീം എന്നും പേരുണ്ട്. സൈർ രണ്ടും പറയലുണ്ട്. സിബിർ എന്ന് പറഞ്ഞാൽ പരിശോധന, പരീക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. സൈർ എന്ന് പറഞ്ഞാൽ സഞ്ചാരം. വൈസമ്മ ബി സൈരി അൽ മഷ്ഹൂർ ബിൽ യായിൽ മുസന്നാത്തി തഹ്താനിയത്തി ലിമാ ഫീഹി മിൻ സൈരിൽ ഔസാഫി وتتبعها وقد سمعت عن الأستاذ بالباء الموحدة بمعنى الامتحان. സൈർ തഖ്സീം അല്ലെ സിബിർ തഖ്സീം എന്നൊക്കെയാണ് പേരുണ്ടായിരുന്നത് തെർദീദിന്. എന്താണ് സംഗതി? വഹുവ തെർദീദ് എന്ന് പറഞ്ഞാൽ തവറാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. തെർദീദ് എന്ന് പറഞ്ഞാൽ യുതസഫഹ അവലൻ, ആദ്യം പരിശോധിക്കപ്പെടലാണ് ഔസാഫുൽ അസ്ലി, അസിലിൻ്റെ ഔസാഫിനെ. അസിലിപ്പോൾ ഖംറാണ്, അതിൻ്റെ വിശേഷണങ്ങൾ പരിശോധിക്കുക. ഖംറിൻ്റെ വിശേഷണം എന്താ? അത് ദ്രാവക രൂപത്തിലുള്ളതാണ്, അതിലെ അതിൻ്റെ രുചി ഇന്നതാണ്, അതുപോലെ അതിൻ്റെ നിറം ഇന്നതാണ്, ഇങ്ങനെ കുറേ വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളൊക്കെ പരിശോധിക്കപ്പെടുക. എന്നിട്ട് യുറദ്ദദ പിന്നെ മടക്കപ്പെടുക. എന്ത്? അന്ന ഇല്ലത്തൽ ഹുക്കുമി, ഹുക്കുമിൻ്റെ ഇല്ലത്ത് ഹാദിഹി സിഫത്തു, ഈ സിഫത്താണോ, ഔ തിൽക്ക അല്ലെ ഇതാണോ, ഹറാമാകാനുള്ള കാരണം ദ്രാവക രൂപത്തിലുള്ളതാവണോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേക നിറമാണോ, ഇങ്ങനെ അല്ലെ ഇന്ന ഇതിൽ നിന്ന് എടുത്തു എന്നുള്ളതാണോ, ഇങ്ങനെ എന്ത് ചെയ്യുക? തെർദീദാക്കുക. സുമ്മ യുബത്തല സാനിയൻ, പിന്നെ ബാത്തിലാക്കപ്പെടുക ഇല്ലിയത്തു കുല്ലിൻ, ഓരോന്നിൻ്റെയും ഇല്ലിയത്ത്, ഓരോന്നും ഇല്ലത്താകലിനെ ബാത്തിലാക്കപ്പെടുക. അത് ദ്രാവക രൂപത്തിലാണോ അതിൻ്റെ ഹറാമാകാനുള്ള ഇല്ലത്ത്? അല്ല, കാരണം ദ്രാവക രൂപത്തിലുള്ള പലതും ഉണ്ടല്ലോ, ചായ, കഞ്ഞി, ഏതൊന്നും ഹറാമാകുന്നില്ലല്ലോ. അല്ലെങ്കിൽ അതിൻ്റെ നിറമാണോ? ആ നിറം വേറെയും പലതിലും ഉണ്ടല്ലോ, അതിലില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്നും പിന്നെ ഇതല്ല ഇല്ലത്ത്, ഇതല്ല ഇല്ലത്ത് ഇങ്ങനെ ബാത്തിലാക്കപ്പെടുക. ഹത്താ യസ്തഖിറ അലാ വസ്ഫിൻ വാഹിദിൻ, ഹുക്കുമ് സ്ഥിരപ്പെടുന്നവരെ അലാ വസ്ഫിൻ വാഹിദിൻ, ഒരു വസ്ഫിനുമേ. അവസാനം അതുമല്ല പിന്നെന്താണ്? ഇസ്കാറാണ്, അത് ബാത്തിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ അവശേഷിക്കും. അപ്പോൾ അതാണ് ഇല്ലത്തുനിന്ന് വരും. അപ്പോൾ ഇസ്തഫാദ് മിൻ തിൽക്ക മിൻ ദാലിക്ക, അപ്പോൾ
ആ വസ്ഫിൽ നിന്ന് ഫായിദപ്പിക്കപ്പെടും. കൗനു ഹാദൽ വസ്ഫി, ആ വസ്ഫ് ആകൽ, ഇല്ലത്തൻ ഇല്ലത്താകൽ ഫായിദപ്പിക്കപ്പെടും. അതിൽ നിന്ന് ഫൈസ്തഫാദു മിൻ ദാലിക, അസ്ലിന്റെ ഔസാഫിനെ പരിശോധിക്കുക. അതിൽ നിന്ന് ഫായിദപ്പിക്കപ്പെടും കൗനു ഹാദൽ വസ്ഫി, ഈ വസ്ഫ് ആകൽ, ഇല്ലത്തൻ ഇല്ലത്താകൽ ഫായിദപ്പിക്കപ്പെടും. അപ്പോൾ ആ ഇല്ലത്ത് ആരിലുണ്ടാകുമ്പോൾ, ഫറയിലുണ്ടാകുമ്പോൾ അതിൽ ഹുക്കുമുണ്ടെന്ന് വരും. കമാ യുഖാലു, പറയപ്പെടും പോലെ, ഇല്ലത്തു ഹുർമത്തിൽ ഖംറി, ഖംർ ഹറാമാകുന്നതിൻ്റെ ഇല്ലത്ത് ഇമ്മൽ ഇത്തിഖാദു മിനൽ ഇനബി, ഒന്നിരിക്കൽ മുന്തിരിയിൽ നിന്നുണ്ടാക്കലാണ്. അവിൽ മിയാനു, അല്ലെങ്കിൽ അതിൻ്റെ ദ്രാവക രൂപമാണ്, ഒലിക്കുന്ന വസ്തുവാകലാണ്. അവിൽ ലൗനുൽ മഖ്സൂസ്, അല്ലെ പ്രത്യേക നിറമാണ്. അവിൽ ത്വഅമുൽ മഖ്സൂസ്, അല്ലെ പ്രത്യേകമായ രുചിയാണ്. അവിൽ റായിഹത്തുൽ മഖ്സൂസത്തു, അല്ലെ പ്രത്യേകമായ എന്താണ്, വാസനയാണ്. അവിൽ ഇസ്കാറു, അല്ലെ മസ്താവലാണ്. ഇങ്ങനെ ഇതാണ് ഇപ്പോൾ അതിലുള്ള വസ്തുക്കൾ. ഇങ്ങനെ ഓരോന്ന് ഇതാണോ അതിനാണ് തർദീദാക്കുക എന്ന് പറയാം. ലാക്കിനിൽ അവ്വലു ലൈസ ബില്ലത്തിന് ഓരോന്നിനെ ബാത്തിലാക്കുക. ലാക്കിനിൽ അവ്വലു ലൈസ ബില്ലത്തിൻ, പക്ഷേ ഒന്നാമത്തെ ഇല്ലത്തല്ല. കാരണം ഇനബിൽ നിന്നുണ്ടാക്കുക എന്നത് ഹറാമാകാനുള്ള കാരണമല്ല. എന്തുകൊണ്ട്? വുജൂദിഹി ഫി ദിബ്സി, ആ പിന്നെ ഇത്തിഖാദും മിനൽ ഇനബ് എന്നത് എവിടെയുണ്ട്? ദിബ്സിലുണ്ട്. മുന്തിരി സീർ ജ്യൂസിലുണ്ടല്ലോ, ജ്യൂസ് മുന്തിരിന്നുണ്ടാക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഹറാമാകുന്നില്ലല്ലോ. ബിദുവിൻ ഹിർമത്തി, ഹറാമാകില്ലാതെ. ഒക്കതാലിക്കൽ ബവാക്കി, അപ്രകാരം തന്നെ ബാക്കിയുള്ളതും മായിയാകുക എന്നുള്ളതല്ല. കാരണം മായിയാകുക എന്നുള്ളത് വേറെ പലതുണ്ട്, കഞ്ഞിൻ്റെ വെള്ളത്തിൽ മറ്റൊക്കെ ഉണ്ടല്ലോ, അല്ലെ പ്രത്യേക നിറം എന്നുള്ളതൊന്നുമല്ല. ഒക്കതൽ ബാക്കി മാ സിവൽ ഇസ്കാർ ഒഴികെയുള്ള ബി മിസിലി മാതുക്കിറ, മേൽ പറയപ്പെട്ടതിൻ്റെ മിസിൽ കൊണ്ട് ബാത്തിലാക്കുക. എളുപ്പ ബാത്തിലാക്കിയതുപോലെ ബാത്തിലാക്കുക. അപ്പോൾ തഅയ്യനൽ ഇസ്കാറു ലില്ലിയത്തി, അപ്പോൾ ഇസ്കാർ തഅയ്യനാകും ഇല്ലത്താവലേക്ക്. അപ്പോൾ അതാണ് ഇല്ലത്ത് എന്ന് മനസ്സിലാവും. ആ ഇല്ലത്ത് ഫറയിലുണ്ട് എന്ന് വന്നാൽ ഫറയിലും ഹുക്കുമുണ്ട് എന്ന് വരും. ഇതാണ് തർദീദ് എന്ന് പറയുന്നത്. ഈ രൂപത്തിൽ ബയാൻ ചെയ്യപ്പെടും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.